എല്ലാ കൂട്ടുകാർക്കും പ്രിലിമിനറി ഫസ്റ്റ് ഇയറിൻ്റെ ഹദീസ് പാഠപുസ്തകത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാബുൽ മുറാഖബയാണ്. മുറാഖബ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം നിരീക്ഷണം എന്നതാണ്. അള്ളാഹുവിൻ്റെ നിരീക്ഷണ ക്യാമറകളിലാണ് നമ്മൾ. അള്ളാഹു എല്ലാ സമയവും നമ്മളെ നിരീക്ഷിക്കുന്നു. നമ്മുടെ രഹസ്യവും പരസ്യവും അള്ളാഹുവിനറിയാം. ഒരുപക്ഷെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള CCTVയേക്കാൾ അള്ളാഹു നമ്മുടെ അകങ്ങളറിയാം, നമ്മുടെ രഹസ്യങ്ങളറിയാം, നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അള്ളാഹുവിനറിയാം. എല്ലാവരും വിട്ടുപോയാലും നമ്മളെ സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ്. സൃഷ്ടികൾ നമ്മളെ വേദനിപ്പിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തും. സ്നേഹിച്ചവർ തന്നെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കാൻ കഴിയുക എന്ന് പറയപ്പെടാറുണ്ട്. അള്ളാഹുവിൻ്റെ നിരീക്ഷണ ക്യാമറയിലാണ് നമ്മൾ. നമ്മുടെ ഓരോ അനക്കവും അടക്കവും അള്ളാഹു നോക്കുന്നുണ്ട്. നമ്മളെങ്ങനെ സൃഷ്ടികളോട് പെരുമാറുന്നു, എത്ര പേരെ നമ്മൾ വേദനിപ്പിക്കുന്നു, അള്ളാഹുവിനറിയാം. ബാബുൽ മുറാഖബ എന്നാണ് പറയുന്നത്. സൃഷ്ടികൾക്ക് മുന്നിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഇമേജിനപ്പുറത്ത് നമ്മുടെ ശാരീരിക ഇച്ഛയുടെ തെറ്റുകളുടെ കുറ്റങ്ങളുടെ ഒരു ലോകമുണ്ട് നമുക്ക്. ഇത് അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഹറാമുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, അള്ളാഹു ഇത് കാണുന്നുണ്ട്. മറ്റുള്ളവരെ ചീത്ത പറയുമ്പോൾ നമ്മൾ നോക്കണം, അള്ളാഹു ഇത് കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കണ്ണുനീരിന് നമ്മൾ കാരണമാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു ഇത് കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, അള്ളാഹു ഒളിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ട് അള്ളാഹു. അൽ ആയാത്തുൽ ഖുർആനിയ, ഖുർആനിക വചനങ്ങൾ. അല്ലദീ യറാക, അള്ളാഹു നിങ്ങളെ നോക്കുന്നുണ്ട് നബിയെ. ഹീന തഖൂമു, നിങ്ങൾ നിന്ന് നിസ്കരിക്കുമ്പോൾ. വതഖല്ലുബക ഫിസ്സാജിദീൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുമ്പോഴും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് നബിയെ. വഹുവ മഅക്കും, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. യഅലമു ഖായിനത്തുൽ അയ്ൻ, കണ്ണിൻ്റെ ചതിയെക്കുറിച്ച് അള്ളാഹുവിനറിയാം. വമാ തുഖ്ഫി സുദൂർ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച തിന്മകളൊക്കെ അള്ളാഹുവിനറിയാം. അൽ ഇസ്ലാമു മാഹുവ, ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് ചോദിക്കുന്നു, നബിയെ എന്താ ഇസ്ലാം? ഒന്ന് ഷഹാദത്ത് കലിമയാണ്, 2 മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറയലാണ്, 3 ഇഖാമത്ത് സ്വലാത്ത് നിസ്കാരം നിലനിർത്തലാണ്, 4 ഇത്താവു സക്കാത്താണ് സക്കാത്ത് കൊടുക്കലാണ്, 4 സിയാമു റമദാൻ മാസം നോമ്പ് നിൽക്കലാണ്, 5 ഹജ്ജുൽ ബൈത്ത് ഹജ്ജ് ചെയ്യലാണ്. അപ്പോൾ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമസ് സ്വലാത്തി വ ഇതാഅസ് സക്കാത്തി വ സിയാമു റമദാൻ വ ഹജ്ജുൽ ബൈത്ത് ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇനി നമ്മൾ പഠിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ എന്താണ് ഈമാൻ എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ നബി പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അപ്പോൾ മലായികത്തി, മലാഖമാരെ കൊണ്ട്, കുതുബിഹി, ഗ്രന്ഥങ്ങളെ കൊണ്ട്, റുസുലിഹി, അവിടുത്തെ പ്രവാചകന്മാരെ കുറിച്ച്, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളെ കുറിച്ച്, വതുഅ്മിന ബിൽ ഖദർ, വിധിയെക്കുറിച്ച് വിശ്വസിക്കണം, ഖൈരിഹി വശരിഹി, നന്മയാവട്ടെ തിന്മയാവട്ടെ നമുക്ക് വരുന്ന വിധിയിൽ നമ്മൾ വിശ്വസിക്കണം. ഇനി ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ അൽ ഇഹ്സാനു മാ ഹുവ, എന്താ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, കഅന്നക തറാഹു, അല്ലാഹു നിങ്ങളെ നോക്കുന്നുണ്ടെന്ന പോലെ, ഇല്ലം തകുൻ തറാഹു, നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ. ഇന്ന് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? മാഹിയ മാറാത്തുസ്സാഅ, ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനിനെ പ്രസവിക്കുക. ഇതിന് വിവിധ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അടിമകൾ കൂടി 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 അവസാനം അടിമകൾ നേതൃത്വത്തിലേക്ക് വരിക എന്നതാകാം. അല്ലെങ്കിൽ ചീത്തയാളുകൾ സമൂഹത്തിൻ്റെ പൗരപ്രമാണിമാരായി വരുന്നതാകാം. ചീത്ത ആളുകൾ സമൂഹത്തെ നയിക്കുന്നതായിക്കൊക്കെയാണ് സാധ്യതയുണ്ട്. അതുപോലെ വാൻതറൽ ഹുഫാത്ത, ചെരിപ്പ് ധരിക്കാൻ കഴിയാത്ത ആളുകളെ കാണുക, വൽ ഉറാത്ത, നഗ്നമായി നടക്കുന്ന ആളുകളെ കാണുക,
അൽ ആനത്ത ഫക്കീറന്മാരെ കാണുക, റിആ അശ്ശാഇ ആടിനെ മേച്ച് നടത്തുന്ന ആളുകളെ ഒക്കെ കാണുക. എങ്ങനെയാണ് അവർ കാണുന്നത്? യതത്വാവലൂന ഫിൽ ബുൻയാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ് ഭിക്ഷക്കാർ. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇനിയോ മൻ കാന സായിലു, പ്രവാചകനോട് ചോദ്യം ചോദിച്ചതൊക്കെ പഠിപ്പിച്ചു കൊടുത്തതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏതാണ് ആ കലിമാത്ത്? യഹ്ഫദില്ല, അലിയാരെ തങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ, എന്നാൽ യഹ്ഫദക, അള്ളാഹു നിങ്ങളെയും സൂക്ഷിക്കും. യഹ്ഫദില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തജിദുഹു തുജാഹക, എന്നാൽ അള്ളാഹു നിങ്ങളുടെ മുന്നിൽ വരും. വഇദാ സഅൽത, നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, ഫസ്അലില്ല, അള്ളാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത, നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് സഹായം തേടണം. ഇനി അള്ളാഹിൻ്റെ ദേഷ്യം എന്താ? മാഹിയ ഗീറത്തുല്ലാഹ്, അള്ളാഹ്